ആ ഒരു കാലത്ത് ഞാൻ നടക്കാൻ പഠിച്ചു. പക്ഷേ ഒരു സൈക്കിൾ പോലുള്ളൊരു കാര്യത്തിൻ്റെ മുകളിൽ പോയി ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ നിന്ന് വീഴുന്നത് അവർ കാണുക എന്ന് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുണ്ടാകും. 5 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് യൂറിൻ ട്യൂബ് ഇട്ടെടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇരിക്കുന്ന ബെഞ്ച് നനഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് ഞാൻ ആ ബെഞ്ച് കൊണ്ടുപോയിട്ട് എല്ലാ സ്കൂളിലെ പിള്ളേരെല്ലാം പോയതിന് ശേഷം ഞാൻ ആ ബെഞ്ച് കൊണ്ടുപോയിട്ട് ഞാൻ കഴി വൃത്തിയായിട്ട് തിരിച്ചു കൊണ്ടുവരും. അതിനിടയിൽ 13 സർജറീസ് എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ട്രയൽ ആൻഡ് എററും എല്ലാം നേരെ പോകുന്നത് നല്ല ലീഡ് ടു ഇഞ്ചുറീസ് ആയിരുന്നു. നീ കറക്റ്റായിട്ട് 2 മണിക്കൂറോട്ട് ട്യൂബ് ഇട്ട് എടുത്തിട്ടുണ്ടാകുന്നില്ലെങ്കിൽ നിനക്ക് 5 മണിക്കൂർ മാത്രമേ ആയുസുള്ളൂ. കാര്യം അതിനുശേഷം നീ മരിച്ചു പോകും. കാര്യം ബ്ലാഡർ ബ്ലാസ്റ്റ് ആയിട്ട് നീ മരിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. സോ അതൊരു വലിയ റിമൈൻഡറാണ്. നിൻ്റെ ലൈഫിൽ ഏതൊരു പോയിന്റിൽ നിനക്ക് ട്യൂബ് എന്ന് പറയുന്ന സാധനം ഇല്ല, നിനക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നൊരു റിസ്ക് എൻ്റെ ലൈഫിലോട്ട് വരികയാണ് ആ ഒരു പോയിന്റിൽ. എൻ്റെ പേര് ശ്യാംകുമാർ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഞാൻ ആക്ച്വലി ബൈ പ്രൊഫഷൻ വീഡിയോഗ്രാഫറാണ് ആൻഡ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡ്രോൺ പൈലറ്റും ആണ്. എല്ലാ അമ്മമാരെ പോലെ തന്നെ ഒത്തിരി ആഗ്രഹത്തോടെയാണ് എനിക്ക് എന്താ പറയുക ഒരു ബർത്ത് തരുന്നത്. പക്ഷേ എന്നെ കൊണ്ടുവന്ന് ഡോക്ടർ അമ്മയെ കാണിക്കുമ്പോഴത്തേക്കും കാല് പുറകിലോട്ട് ഒട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് കാണാനില്ലാത്ത ഒരാൾ, നട്ടിലൊരു ട്യൂമർ ഉണ്ടായിരുന്ന ഒരാൾ, അല്ലെങ്കിൽ 3 കിഡ്നിയോടെ ജനിക്കുന്ന ഒരാൾ, അങ്ങനെ കുറേ അബ്നോർമാലിറ്റീസ് ഒരു കുട്ടീനെയാണ് എൻ്റെ അമ്മയടുത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നത് ഒരു കേശം. പക്ഷെ അമ്മയ്ക്ക് ആ റൂമിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാര്യം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിനോട്ടുള്ള കോൺസിക്വൻസസ് ഒക്കെ അനുഭവിക്കേണ്ടി വരും ലൈഫിൽ. കാര്യം ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഒരു ചൈൽഡിനെ വളർത്തിയെടുക്കാനും ഇത്രയും ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അമ്മ ഓർത്തിട്ട് അതിന് മുറുക്കി പുറത്ത് വരണമെന്ന് അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം എന്തൊക്കെ വന്നാലും മുറുക്കി പുറത്ത് വന്നേ പറ്റൂ, മുന്നോട്ട് പുഷ് ചെയ്തേ പറ്റൂ, മുന്നോട്ട് ജീവിച്ചേ പറ്റൂ. പക്ഷേ അമ്മ അവിടെ വേറൊരു ബിലീവ്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലോ ഒരു മുന്നോട്ടൊരു ഇതിൽ ആക്സെപ്റ്റ് പോവാതെ നേരെ തന്നെ അമ്മ സയൻറ്റിഫിക്കലി ഇത് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ സർജറി 19 ദിവസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 19 ദിവസം സ്റ്റാർട്ട് ചെയ്ത് 8 വയസ്സായപ്പോൾ 12 സർജറി കഴിഞ്ഞു. നട്ടിലെ ട്യൂമർ റിമൂവ് ചെയ്തു, കാല് മടങ്ങിയിരുന്നതിനെ മുറിച്ച് മാറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അത് 12ാമത്തെ സർജറി ആയിരുന്നു. അതിനിടയിൽ ഈ യൂറിൻ ഇടുപ്പ് വഴി തുറന്നു വിട്ടിരുന്നു, ഇടുപ്പിലൊരു ഹോളിട്ട് തുറന്നു വിട്ടിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. തുണി എപ്പോഴും മാറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ ചെയറിലൊരു കോർണറിൽ ഒരു റെഡ് ചെയറിലിരുന്ന പഠിച്ചു വരുന്നത്. ഞാൻ LKG ഇരിക്കും പോലും ഞാനൊരു സ്റ്റുഡൻസിൻ്റെ അടുത്തിരുന്നിട്ടില്ല. കാര്യം അവരടുത്തിരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സ്മെൽസൊക്കെ എനിക്കറിയാം, എന്തോരം ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എൻ്റെ തുണി ഞാൻ സ്വന്തമായിട്ട് തന്നെ മാറ്റി വയ്ക്കുന്നുണ്ടായിരുന്നു. എല്ലാ നിമിഷവും ഞാൻ സ്വന്തമായിട്ട് തന്നെ മാറ്റിയും അത് ഫില്ലാവുന്ന സമയത്ത് അമ്മ അവിടെ വന്നിരിക്കും. അമ്മ ഒരു ഡ്രോയിങ്ങിൽ ഡിപ്ലോമയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഞാൻ ജനിച്ചതിന് ശേഷം ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അമ്മയുടെ ഡ്രീംസും അമ്മയുടെ ലൈഫും എല്ലാം അമ്മ സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി അമ്മ ജീവിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ ഒരു പോയിന്റിൽ പോലും എനിക്ക് വേണ്ടി രാവിലെ തൊട്ട് വൈകിട്ട് വരെയും കാത്തിരുന്ന് എന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് എടുത്തുകൊണ്ടും പോയി. പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയൊക്കെ ആണെങ്കിൽ കയറ്റമൊക്കെയാണ്. അപ്പോൾ ആ കയറ്റം അമ്മ ഒരു ആസ്മ പേഷ്യൻ്റ് കൂടെയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഈ ശ്വാസം വലിക്കുന്ന ശബ്ദമൊക്കെ എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ അടുത്തിരുന്ന് എനിക്ക് കേൾക്കും, കാര്യം അമ്മയുടെ ഇടുപ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. സോ ആ ഒരു ആക്സിഡൻ്റാണ് എന്നെ പുറത്തോട്ട് കൊണ്ടുപോയിരുന്നത്. അമ്മ എന്നെ എന്താ പറയുക, എനിക്കൊരു ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് നിന്നിരുന്നത് എൻ്റെ അമ്മയായിരുന്നു. വേറൊരു വെഹിക്കിളിനപ്പുറത്ത്, വേറൊരു കുട്ടി നടന്നു പോകുന്നതിനപ്പുറത്ത്, എൻ്റെ നാട്ടിൻപുറത്ത് ഈ ഒരു അവസ്ഥയിൽ ഒരു കുട്ടീനെ എടുത്തുകൊണ്ട് പോകുന്നൊരു ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതിന് അമ്മയെ സമൂഹം കണ്ടുകൊണ്ടിരുന്നൊരു വേ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അമ്മ തളർന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. കാര്യം എന്നോട് സ്കൂളിൽ ജോയിൻ ചെയ്യിക്കാനാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഒരു കുട്ടീനെ ഒരു ക്ലാസ്സിൽ കൊണ്ടിരുത്തിയിട്ട് പഠിപ്പിക്കാനാണെങ്കിൽ അമ്മ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. ഓരോ സർജറിക്കിടയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, ട്രീറ്റ് ചെയ്യുക, തിരിച്ച് വീട്ടിൽ കൊണ്ടുപോവുക, അങ്ങനെ സയൻറ്റിഫിക്കലി ഒരു പേഴ്സ്പെക്റ്റീവിലാണ് അമ്മ ലൈഫിന് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ എൻ്റെ ലൈഫിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിലൊരു ഒത്തിരി എനിക്ക് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് എനിക്ക് എൻ്റെ അമ്മ. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് യൂറിൻ ട്യൂബ് ഇട്ടെടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ അമ്മയാണ് എനിക്ക് ആദ്യം ട്യൂബ് ഇട്ടെടുത്ത് തരുന്നതും. അതിനുശേഷം എൻ്റെ അമ്മ തന്നെയാണ് എനിക്ക് എന്നെ സ്കൂളിൽ കൊണ്ടുപോയാലും എല്ലാ 2 മണിക്കൂർ ഇടവിട്ട് എനിക്ക് ട്യൂബ് ഇട്ട് തന്നിട്ട് എൻ്റെ യൂറിനേഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത്രയും വലിയ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു എൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് മുന്നോട്ട്. അതായത് ഒരു കൊച്ചുകുട്ടിയുടെ ഒരു അവസ്ഥയിൽ ഞാൻ ഈ പറഞ്ഞ ട്യൂബ്സൊക്കെ ഉള്ളിലോട്ട് ഇടുമ്പോൾ ഉണ്ടാകുന്ന പെയിനും കാര്യങ്ങളൊക്കെ ഒത്തിരിയാണ്. അതിനുകൊണ്ട് ചെറിയ രീതിയിൽ ബ്ലഡൊക്കെ വരുമായിരുന്നു ഈ ഒരു ഇതിലൂടെയൊക്കെ. പക്ഷെ ആ ഒരു കാലത്തിൽ എനിക്കത് ഭയങ്കര വലിയൊരു എന്തൊരു ഡിഫിക്കൽട്ടി ആയിരുന്നു. ആ ഒരു കൊച്ചുകുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. കാര്യം എൻവയോൺമെന്റലി തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. എൻ്റെ അച്ഛനൊരു മദ്യപാനിയായിരുന്നു, അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഒരു സൈഡ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്തിട്ടാണെങ്കിലും എനിക്ക് മുന്നോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി ഏലിയനേറ്റഡ് ആയി പെട്ടിരുന്നൊരു ജീവിതമായിരുന്നു എൻ്റെ. കാര്യം തൊട്ടടുത്തൊരു കുട്ടി ഇരിക്കാതെ, ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്തൊരു കാലഘട്ടം. ഞാൻ 8ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴും എനിക്ക് എൻ്റെ അടുത്ത് ഒരാൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഒരാൾ പോകുന്നതോ സംസാരിക്കുന്നതോ, എനിക്കൊരു ഫ്രണ്ടോ ഇല്ല സംസാരിക്കാൻ. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ലൈഫിലാണ് ഞാൻ എൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. പക്ഷേ സ്റ്റഡീസ് അധികം ഫോക്കസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടുതൽ ഞാൻ ഈ പറഞ്ഞ സർജറീസും കാര്യങ്ങളുമായിട്ടുള്ളൊരു എക്സ്പോഷർ ഉണ്ടായിരുന്നു എനിക്ക്. ഇവൻ
ഞാൻ ഡിസൈഡ് ചെയ്തത് എൻ്റെ 8ാം വയസ്സിൽ ഞാൻ ഡിസൈഡ് ചെയ്തൊരു ഏറ്റവും വലിയ കാര്യം, എൻ്റെ 12 സർജറി ആയിട്ടുള്ള 8ാം വയസ്സിൽ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളൊരു ഒരു ആക്സെപ്റ്റാണ്. കാര്യം അത് ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം അമ്മയ്ക്ക് എന്നെ എടുത്തുകൊണ്ട് നടക്കുന്നതിൽ ഒത്തിരി ലിമിറ്റേഷനാണ്. കാര്യം ഞാൻ വളർന്നു തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നതിന് തന്നെ അമ്മയ്ക്ക് വെയിറ്റ് കൂടാൻ തുടങ്ങി. അപ്പോൾ അമ്മയുടെ ശ്വാസം മുട്ടലും കൂടി വരുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു, ആ ഒരു ഗ്രോത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നുണ്ടായിരുന്നു, ഇങ്ങനൊരു രീതിയിൽ നടക്കാൻ പോസിബിലിറ്റി ഉണ്ടാവാം, പക്ഷെ നമുക്കറിയത്തില്ല, നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. സോ അങ്ങനെ കാല് ആംബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ ആശുപത്രിയിൽ തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോൾ പോലും എൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്തോട്ട് പോകണം. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാതെ പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല, എനിക്ക് ഈ സർജറി ചെയ്യണം, എനിക്ക് 2 കാലം നടക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞ് 41ഓളം സ്റ്റിച്ച് ഇട്ടിട്ട് ആദ്യത്തെ 11ാമത്തെ ദിവസം സ്റ്റിച്ച് വെച്ചുകൊണ്ട് തന്നെ ഞാൻ സ്റ്റെപ്പ് കയറാനും നടക്കാനും എല്ലാം സ്വന്തമായിട്ട് തന്നെ 3 ദിവസം കൊണ്ട് പഠിച്ചു. അപ്പം അവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റിനെ പറഞ്ഞു, ലൈക്ക് ഇങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ഒരു കുട്ടികളിലും ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഒരു കുഞ്ഞു കുട്ടിയായിരിക്കും നടക്കുന്നതിന് നമ്മൾ സ്റ്റെപ്സ് എടുത്ത് വയ്ക്കാൻ ഒരുപാട് പഠിക്കണം, പക്ഷേ ഇവൻ അതിനേക്കാൾ അപ്പുറത്ത് എല്ലാം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ പഠിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ നടക്കാനും പഠിച്ചു. പിന്നെ ആ സ്റ്റിച്ച് മാറ്റി പിന്നെ ഒരു 10, 16, 17ഓളം കിലോ ഉള്ളൊരു കാല് വെച്ചിട്ട് ഞാൻ നടക്കാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത്രയും വെയിറ്റ് എടുത്തൊന്ന് നടക്കും. കാര്യം എനിക്ക് ജനിച്ചത് മുതൽ സ്പൈനലിൽ വളവും ഉണ്ടായിരുന്നു. അപ്പം ഈ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും അങ്ങനെ ഒരുപാട് സയന്റിഫിക്കലി ന്യൂറോജനിക് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ വന്നു. ഈ ട്യൂമർ റിമൂവ് ചെയ്തപ്പോഴത്തേക്കും ന്യൂറോജിക് ബ്ലാഡറായി മാറി, ബ്ലാഡറിൻ്റെ വളർച്ച നഷ്ടപ്പെട്ടു. 16 വയസ്സായപ്പോഴും എനിക്ക് 3 വയസ്സായതിൻ്റെ ബ്ലാഡറായിരുന്നു. അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. സോ ആ ഒരു ആക്സെപ്റ്റിലാണ് വളർന്നു വരുന്നതും എല്ലാം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സെയിം എനിക്ക് ഈ യൂറിൻ ട്യൂബിട്ട് എടുത്താൽ പോലും സ്റ്റിൽ ലീക്കിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ലീക്കിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്ന കാരണം ഞാൻ ഇരിക്കുന്ന ബെഞ്ച് നനഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ആകുമ്പോഴത്തേക്കും ഞാൻ ആ ബെഞ്ച് കൊണ്ടുപോയിട്ട്, എല്ലാ സ്കൂളിലെ പിള്ളേരെല്ലാം പോയതിനു ശേഷം ഞാൻ ആ ബെഞ്ച് കൊണ്ടുപോയിട്ട് ഞാൻ കഴി വൃത്തിയായിട്ട് തിരിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ പിറ്റേ ദിവസം ആ സ്മെല്ല് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ യൂസ്ഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം എനിക്ക് സ്കൂളിൽ അത്ര പോലും കംഫർട്ടബിൾ ആയിരുന്നില്ല. കാര്യം ഞാൻ വെറുതെ ഒന്നും ചെയ്യാത്ത, അധികം ഇഷ്യൂസൊക്കെ ഉണ്ടാക്കാത്തൊരു ആളായിരുന്നെങ്കിൽ പോലും പാട്ടക്കാലം എന്ന് വിളിച്ചിട്ടും എന്നെ എടുത്തിട്ട് അടിക്കുന്ന ഒരു കുട്ടികളും ഉണ്ടായിരുന്നു അവിടെ ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ എൻ്റെ അമ്മ എന്നും വന്ന് കരയുന്ന ഒരു ആക്സെപ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഈ പറഞ്ഞ കണക്ക് അമ്മ ഡെയിലി അതിനുമായിട്ട് യൂസ്ഡ് ആയിരുന്നു. കാര്യം എന്നും വരിക, എൻ്റെ മോനെ അവിടെ അടിക്കുന്നത്, ഇത്രയും സർജറി ചെയ്തിട്ടുള്ള ആളാണ്, ഇവിടെ ഇങ്ങനെ പറ്റുക, ഇതൊക്കെ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഒരു ടീച്ചറിനെ പോലെ നിന്ന് സംസാരിക്കുന്ന ഒരു ഇതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ സ്റ്റിൽ പിള്ളേരെല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഞാൻ 8ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ഞാൻ ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഞാൻ 16 വയസ്സ് വരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയിൽ 13ഓളം സർജറീസ് എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ 13 സർജറിയും വെച്ചിട്ട്, അത്രയും ഒരു ആക്സെപ്റ്റും വെച്ചിട്ട്, ആ 13 സർജറി പോലും ലൈക്ക് ബ്ലാഡർ ഓഗ്മെന്റേഷൻ എന്ന് പറയും, കുടലിൻ്റെ ഒരു പാർട്ട് വെച്ച് ബ്ലാഡറിനെ വലുതാക്കുന്ന ഒരു സർജറി ആയിരുന്നു. ആ വലുതാക്കുന്ന സർജറിക്ക് ഇടയിലാണ് എൻ്റെ ഒരു ടെസ്റ്റിസ് കിട്ടുന്നത്. പക്ഷേ സർജറി അതുപോലെ ഡിഫിക്കൽട്ടായിരുന്നു. കാര്യം 13 ദിവസത്തോളം എനിക്ക് പട്ടിണി ഇട്ടിരുന്നു. റെക്ടം വാഷ്, അതായത് കുടലിലൂടെ ഗ്ലിസറിൻ കയറ്റിയിട്ട് റെക്ടം വാഷ് ചെയ്യുന്ന ആക്സെപ്റ്റും, അങ്ങനെ ഒരുപാട് സഫറിങ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ടോർച്ചർ ലെവലിലേക്ക് ഒരു സഫറിങ്സ് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ബ്ലാഡർ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഫിസിക്കൽ ടേംസ് പറയുന്നതിനപ്പുറത്ത് ഇതിൻ്റെയൊക്കെ ഹാർഡ്ഷിപ്പ് ഭയങ്കര എക്സ്ട്രീം ആയിരുന്നു. അത്രയും പെയിൻഫുൾ ആയിരുന്നു ആ ഒരു ലൈഫ്. പക്ഷേ ഞാൻ പെയിനുമായിട്ട് യൂസ്ഡ് ആണെങ്കിൽ പോലും സ്റ്റിൽ എനിക്ക് സഫർ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. കാര്യം എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ അനുഭവിക്കുന്ന പെയിൻ്റെ ഇൻറ്റൻസിറ്റി മാറുന്നുണ്ട്, ഞാൻ ഉള്ളിൽ നിന്ന് ഒരു വിശപ്പെന്ന് പറയുന്ന വികാരത്തിനും അപ്പുറത്ത് ഞാൻ അനുഭവിക്കുന്നതായിട്ടുള്ള ഓരോ കണ്ടീഷൻസിലൂടെ പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു അവസ്ഥയിലാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നിനക്ക് ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് ഈ ട്യൂബ് ഇടുന്ന ഒരു കാര്യം പെർമനൻ്റ് ആവും. കാര്യം ഞാൻ ട്യൂബ് ഇട്ടില്ല എന്നൊരു അവസ്ഥ വരുവാണെങ്കിൽ ഞാൻ 5 മണിക്കൂറിന് മുകളിൽ ഞാൻ ജീവിക്കത്തില്ല. കാര്യം നമ്മൾ യൂറിൻ എടുക്കുന്ന സമയത്ത് ട്യൂബ് ഇട്ടിട്ട് യൂറിൻ എംറ്റി ചെയ്തിട്ട് ട്യൂബ് ഊരി മാറ്റുകയാണ് ചെയ്യുന്നത്. വൺസ് എനിക്ക് ആ ട്യൂബ് ഇട്ട് യൂറിനെ എംറ്റി ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും. കാര്യം 5 hours മുകളിൽ എനിക്ക് സർവ് ചെയ്യാൻ പറ്റില്ല. കാര്യം വച്ചിരിക്കുന്ന ബ്ലാഡറിൽ കുടൽ വെച്ചിരിക്കുന്ന പൊട്ടിയിട്ട് ബ്ലാഡർ ബ്ലാസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ഡെത്തിലോട്ട് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റ് ഡെത്ത് ഉണ്ടാവും. അപ്പം ലൈഫിൽ അത് ഏറ്റവും വലിയ റിസ്ക് ആണെന്ന്, ഈ ലൈഫ് ലോങ് അത് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു റിയലൈസേഷനും അപ്പോഴാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ആ റിസ്ക് ഞാൻ അന്നൊരു ബാംഗ്ലൂരാണ് ആ സർജറി. അപ്പോൾ അത് എന്നോടാണ് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡോക്ടർ. ബിക്കോസ് എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടായിരുന്നുകൊണ്ട് എന്നോടാണ് നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആഫ്റ്റർ ആ ഒരു കമ്മ്യൂണിക്കേഷന് ശേഷം ഞാൻ തീരുമാനിച്ചു എനിക്ക് ഈ സർജറി ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ളൊരു വഴിയുള്ളൂ. കാര്യം എന്നാൽ മാത്രമേ എനിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുള്ള പോസിബിലിറ്റീസ് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോഴും എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ പോസിബിൾ ആണെന്ന് പറയുന്നില്ല. എനിക്ക് ഈ 3 കിഡ്നിയുടെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നുകൊണ്ട് അത് പോസിബിൾ ആകുമെന്ന് ആരും പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു പോയിന്റിലായിരുന്നു ഞാൻ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സർജറി കഴിഞ്ഞു മുന്നോട്ട് പോകുന്നൊരു ആക്സെപ്റ്റിൽ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ഇൻറ്റൻഷൻ വരുന്നുണ്ടായിരുന്നു. കാര്യം എൻ്റെ
തൊട്ട് വീടിന് താഴെ കുറെ കുട്ടികൾ ഇങ്ങനെ സൈക്ലിംഗ് ചെയ്തുകൊണ്ടിരുന്നിട്ട് അവർക്കൊന്ന് സ്കിഡ് ചെയ്യുന്ന ഒരു ഇവന്റ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഞാൻ ഇറങ്ങിപ്പോയിട്ട് എൻ്റെ ഈ ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ചിട്ട് ഞാൻ സ്കിഡ് ചെയ്ത് കാണിച്ചു. അവർ ജസ്റ്റ് ഫണ്ണിൽ ഇങ്ങനെ ചിരിച്ചു. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഐ ചൂസ് ലൈക്ക് എനിക്ക് സൈക്കിൾ ചവിട്ടണം, എങ്ങനെയും എനിക്ക് പോസിബിലിറ്റി കണ്ടെത്തണം. അങ്ങനെയാണ് ഞാൻ ഒരു സൈക്കിൾ ഒരു 4 മാസത്തോളം എനിക്കൊന്ന് ഫിനാൻഷ്യൽ, കാര്യം അച്ഛൻ കൂലിപ്പണിയാണ് ചെയ്യുന്നത്, അപ്പം അമ്മയാണെങ്കിൽ വീട്ടിലാണ്. പിന്നെ എനിക്കുള്ള ഒരു ആകപ്പാടെ കിട്ടുന്ന ഒരു വരുമാനം പോലെ കിട്ടുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അന്നത്തെ കിട്ടുന്ന വളരെ കുഞ്ഞൊരു പെൻഷനാണ്. അപ്പോൾ അത് കൂട്ടി വെച്ചിട്ട് ഒരു 6 മാസം 7 മാസത്തോളം കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഒരു സൈക്കിൾ ആദ്യം മേടിക്കുന്നത്. അങ്ങനെ ആ സൈക്കിൾ മേടിച്ചിട്ട് ഒരു 1 വീക്കോളം ഞാൻ അതിനെ എടുത്ത് ഉന്തിക്കൊണ്ട് നടന്നു. അതിൻ്റെ കൂടെ ഞാൻ വീഴുമായിരുന്നു. കാര്യം കംപ്ലീറ്റ്ലി എടുത്ത് നടക്കുന്ന എല്ലാ ട്രയൽ ആൻഡ് എററും എല്ലാം നേരെ പോകുന്നത് നല്ല ലീഡ് ടു ഇഞ്ചുറീസ് ആയിരുന്നു. നല്ല രീതിയിലുള്ള ഇഞ്ചുറീസിലാണ് അത് ചെന്നെത്തുന്നത്. അപ്പം ഈ ഇഞ്ചുറി പറ്റിയിട്ട് ഡെയിലി ഓരോ ഇഞ്ചുറി എത്തിയിട്ട് അമ്മയോട് എത്തുമ്പോൾ അമ്മ പറയും ഇത് വേണ്ട, മതിയാക്കി, കാര്യം ഇത്രയും സർജറി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുപോകണം. അത് നമ്മുടെ കയ്യിൽ അപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരുപാട് ചലഞ്ചസ് മുന്നോട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നാട്ടുകാരും പറയുന്നുണ്ട്, കാര്യം നാട്ടുകാർ കണ്ടുകൊണ്ടിരുന്നതാണ് അമ്മ എന്നെ എടുത്തുകൊണ്ട് നടക്കുന്നത്. അപ്പം ആ ഒരു കാലത്ത് നിന്ന് ഞാൻ നടക്കാൻ പഠിച്ചു. പക്ഷേ ഒരു സൈക്കിൾ പോലുള്ളൊരു കാര്യത്തിൻ്റെ മുകളിൽ പോയി ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ നിന്ന് വീഴുന്നത് അവർ കാണുക എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഭാഷയിലും കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. കാര്യം നിങ്ങൾക്ക് എന്താ വെച്ചുകൊണ്ട് നടന്നൂടെ, വീടിനകത്ത് വെച്ചുകൊണ്ടിരുന്നൂടെ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് വകവയ്ക്കാതെ ഞാൻ രാത്രി അയക്കാം. അപ്പോൾ അവരാരും കാണത്തില്ലല്ലോ ഞാൻ വീഴുന്നതെന്ന്. അപ്പം ഞാൻ രാത്രി അയക്കപ്പെടുത്തും സൈക്കിൾ പഠിക്കുന്നത്. അങ്ങനെ ഞാൻ 1 വീക്കിന് ശേഷം ഞാൻ സൈക്കിൾ പഠിച്ചു. പക്ഷേ ഒരു 100 മീറ്റർ ചവിട്ടുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഒരു ക്ലൈംബ് കയറാൻ തന്നെ, ഒരു കയറ്റം കയറാൻ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഞാൻ ഒരു 3 years ഉണ്ട് ഇത്രയും ലിമിറ്റേഷൻസും എൻ്റെ കിഡ്നി ഡൗൺ ആയിക്കൊണ്ടിരുന്നൊരു സമയത്ത് പോലും, അതായത് ഈ റിഫ്ലക്സ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ട് കിഡ്നി ഡൗൺ ഫെയിലിയർ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു 35-36% കിഡ്നി പ്രവർത്തനവും കൂടെ കുറഞ്ഞു ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് പോലും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ലിമിറ്റേഷൻസ് എല്ലാം പുഷ് ചെയ്യുന്ന പോലെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടു. സൈക്ലിംഗ് എന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവ് ചെയ്തിട്ടുണ്ട്. സൈക്ലിങ്ങിൻ്റെ കൂടെ തന്നെ ഞാൻ വിത്തൗട്ട് ഒരു ആർട്ടിഫിഷ്യൽ ലിംബോ വേറെ ഒരു കാര്യം യൂസ് ചെയ്താൽ നെഞ്ചും കൈയും വെച്ചിട്ട് ഞാൻ 5 ദിവസം കൊണ്ട് തെങ്ങ് കയറാൻ പഠിച്ചു. അതുപോലെ ഒരു 5-6 ദിവസം കൊണ്ട് ഞാൻ സ്വിമ്മിങ് പഠിച്ചു, സ്വന്തമായിട്ട് നീന്താൻ പഠിച്ചു. അതുപോലെ ഈ പറഞ്ഞ മൗണ്ടനിയറിംഗ് പോലുള്ള കാര്യങ്ങൾ, എൻ്റെ നാട് അത്യാവശ്യം ഒരു ഹില്ലി റേഞ്ചിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ മൗണ്ടനിയറിംഗ് പോലുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു സ്വന്തമായിട്ട് തന്നെ. പിന്നെ സ്കേറ്റിംഗ് പഠിച്ചു, ലൈക്ക് സ്കേറ്റ് ബോർഡിൽ സ്കേറ്റ് ചെയ്യാൻ പഠിച്ചു. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ആ ഒരു ചെറിയ ടൈമിൽ ഞാൻ സ്കിൽ ബേസ്ഡ് ആയിട്ട് അക്വയർ ചെയ്യാൻ പഠിച്ചു. കാര്യം എനിക്ക് സ്കിൽസ് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു പോയിന്റിൽ. കാര്യം സൈക്ലിംഗ് എനിക്ക് പോസിബിൾ ആയ ബാക്കി എല്ലാം എനിക്ക് പോസിബിൾ ആണെന്നുള്ളൊരു മൈൻഡ് എനിക്ക് വന്നായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ പക്ഷേ സൈക്ലിംഗ് കോൺസ്റ്റൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് സൈക്ലിങ്ങിനകത്തൊരു ഡ്രീം ബിൽഡ് ചെയ്യാൻ എനിക്ക് പറ്റി. കാര്യം മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പാരാഒളിമ്പിക് അത്ലറ്റ് ആവുക അല്ലെങ്കിൽ ഒരു ഗോൾഡ് മെഡൽ, ആ ഒരു ലെവലിലൊക്കെ ഒരു സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ പിന്നെ സൈക്ലിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 വർഷത്തിന് ശേഷം ഞാൻ 5 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റേഴ്സ് കവർ ചെയ്യുന്ന ലെവലിലോട്ട് ഞാൻ എൻ്റെ ലൈഫിനെ മാറ്റി. ഈ ഒരു കാല് വെച്ചിട്ട് ഞാൻ ഇത്രയും എക്സ്ട്രീം ആയിട്ട് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് ഞാൻ മാറി. അപ്പോഴും ഈ പറഞ്ഞ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഈ കാലിൻ്റെ ബുദ്ധിമുട്ട്, കാലിൻ്റെ വെയിറ്റ്, നട്ടലൊരു സൈഡ് ചരിഞ്ഞുണ്ടിരിക്കുന്നത്, കാര്യം ഒരു സൈഡിൽ നിന്ന് ബട്ടക്സ് റിമൂവ് ചെയ്തിട്ടാണ് ആ കാല് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ലൈക്ക് ബുദ്ധിമുട്ടും വെച്ച് നടുവേദനയും കാര്യങ്ങളും അത്രയും സ്ട്രഗിൾസും, എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന അവസ്ഥകളുണ്ടായിരുന്നു. ലൈക്ക് ഈ പൊട്ടാസ്യം ഒക്കെ ഹൈ ആവുന്ന സമയത്ത് എനിക്ക് പുറത്തുനിന്ന് ഫുഡ് ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം മാത്രം കുടിച്ചിട്ടാണ് ഈ പറഞ്ഞ അത്രയും കിലോമീറ്റേഴ്സ് ചവിട്ടുന്നതും അത്രയും ടൈമിങ്ങിനകത്ത് ഞാൻ ചെയ്യുന്നത്. കാര്യം എല്ലാ 2 മണിക്കൂറോടെ ഒരു ട്യൂബ് ഇട്ട് എടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അത്രയും ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്പേസിൽ കയറിയിട്ടാണ് ഞാൻ യൂറിൻ എടുക്കുന്നതും ആ ഒരു പോയിന്റിലൊക്കെ. അങ്ങനെ സൈക്ലിംഗ് പിന്നെ ഒരു ഗ്രോത്ത് ഉണ്ടായതിനു ശേഷം ആ ഒരു പോയിന്റിൽ എനിക്കൊരു ഇവന്റ് വരുന്നു, ലൈക്ക് ട്രിവാൻഡ്രം ടു ആലപ്പുഴ ചവിട്ടാനുള്ള ഒരു ഇവന്റ് വരുന്നുണ്ട്. അപ്പം 250 കിലോമീറ്റേഴ്സ്, ഒരു സോഷ്യൽ കോഴ്സിന് ബേസ്ഡ് ആണ് ആ ഒരു ഇവന്റ് വരുന്നത്. അപ്പോൾ 250 കിലോമീറ്റേഴ്സ് ആണ് ടോട്ടൽ വരുന്നത് ഡിസ്റ്റൻസ്. അങ്ങനെ ഞാൻ അന്ന് ഞാൻ ഈ യൂറിൻ ബാഗ് ഇടാന്ന് ചോദിച്ചു. കാര്യം നമ്മൾ എപ്പോഴും യൂറിൻ ട്യൂബ് ഇട്ടാണ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് നിന്ന് നിർത്തിയിട്ട് നമുക്ക് എടുക്കുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പം ഞാൻ എന്താ യൂറിൻ ബാഗ് ഇട്ടു. യൂറിൻ ബാഗ് ഇട്ടിട്ട് ഞാൻ ഇതുവരെ ആ ഒരു പോയിന്റോട് ഞാൻ ചവിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ യൂറിൻ ബാഗ് ഇട്ട സമയത്ത് ഈ യൂറിൻ ട്യൂബ് ഉള്ളിൽ കിടന്ന് ഉരയും. ആ ഉരഞ്ഞിട്ട് എനിക്ക് 11 കിലോമീറ്റർ ആയ സമയത്ത് എനിക്ക് ബ്ലഡ് വരാൻ സ്റ്റാർട്ട് ചെയ്തു. ബ്ലഡ് വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു പോയിന്റിൽ ഒരു എക്സ്ട്രീം പെയിൻ വന്നിട്ട് ഞാൻ ഒരു ഹൈവേയുടെ അടുത്തിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇനി മുന്നോട്ട് പോകാനാണെങ്കിൽ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, അത് ചെയ്യാം. പക്ഷേ അതിൻ്റെ റിസ്ക്കും അത്രയും കൂടുതലായിരിക്കും. കാര്യം ഇത്രയും ഒരു ബ്ലാഡർ ഓഗ്മെന്റേഷൻ ചെയ്തൊരു സർജറിയാണ്. ആ ബ്ലാഡറിനകത്താണ് ഈ ഉരയുന്നത്. അത്രയും റിസ്ക്കുകൾ ഇനി മുന്നോട്ടുണ്ട്. ഇനി ഞാൻ സപ്പോസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് ഞാനാണ് എന്നെ ടേക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ആ ഒരു റിസ്ക് എടുക്കാൻ തന്നെ, ഞാൻ അമ്മയെ സമ്മതിപ്പിക്കാൻ തന്നെ എടുത്ത ആ ഒരു എഫേർട്ടും, ഇനി എനിക്ക് ഇത് ഇങ്ങനൊരു പെയിനെ പുഷ് ചെയ്താൽ മാത്രമേ ഒരു ജീവിതം ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ ഒരു തോന്നൽ തോന്നുകയും
അതിങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആക്സെപ്റ്റിൽ നിൽക്കുകയും ഒരു ഇൻറ്റൻഷനിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വീണ്ടും. പക്ഷെ ഒരു 10 കത്തി കുത്തി കിടക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് ബ്ലാഡറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം സൈക്കിളിൻ്റെ പെഡൽസ് കറങ്ങി വരുമ്പോഴും അത്രയും ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു, അത്രയും ഒരു എക്സ്ട്രീം പെയിൻ ഉണ്ടായിരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞ് ഞാൻ ആ പെയിൻ എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഒരു മേടെന്നുള്ളൊരു ലെവലിൽ ഞാൻ ചവിട്ടാൻ തുടങ്ങി. അറൗണ്ട് 115 കിലോമീറ്റർ എത്തിയിട്ടാണ് ഞാൻ ആ ഇവന്റ് ക്ലോസ് ആവുന്ന ഒരു പോയിന്റ്. അവിടെയാണ് കുറച്ച് ആൾക്കാർ വന്ന് ഗ്യാദർ ചെയ്യുന്നത്, കുറച്ച് വേറെ സൈക്ലിസ്റ്റുകൾ വന്ന് ഗ്യാദർ ചെയ്യുന്ന ഒരു പോയിന്റ്. സോ അവിടെ വന്ന സമയത്ത് ഞാൻ അവർ വരുന്നതിന് മുന്നേ ഞാൻ അവിടെ എത്തിയായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയിട്ടൊരു മരത്തിൻ്റെ അവിടെ ഒരു തിട്ട ഉണ്ടായിരുന്നു. ആ തിട്ടയുടെ പുറത്തിരുന്ന സമയത്ത് നല്ല രീതിയിൽ എനിക്ക് വേർക്കുന്നുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ നീറ്റിലടിക്കുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഇരിക്കുന്ന സ്പേസിൽ മൊത്തം ബ്ലഡ് ആയിരുന്നു. കാര്യം ഈ ഒരു സൈഡ് ഇരുന്ന് ചവിട്ടിയത് കാരണം അവിടെ ഫ്രിക്ഷൻ വന്നിട്ട് ആ ഒരു ഇടുക്കിൻ്റെ ഭാഗം മൊത്തം കീറിപ്പോയി അവിടെ നിന്ന് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈ ആർട്ടിഫിഷ്യൽ ലിമ്പിനകത്ത് ഒത്തിരി ഫ്രിക്ഷൻ വന്ന കാരണം, കാര്യം ഇത്രയും വെയിറ്റ് ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ലിമ്പാണ്. സോ അതിനകത്ത് ഫ്രിക്ഷൻ വന്ന കാരണം കാലിനകത്തുള്ള ഒരൊറ്റ തൊലിയില്ലായിരുന്നു, കംപ്ലീറ്റ്ലി ഷ്രെഡ് ഔട്ട് ആയിരുന്നു ഒരു കാലിലെ തൊലി അത്രയും. പിന്നെ ഈ യൂറിൻ ബാഗ് നോക്കിയപ്പോൾ ഞാൻ യൂറിന് ബ്ലഡ് വന്നുകൊണ്ടിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യൂറിൻ ബാഗ് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഫുൾ യൂറിൻ ബാഗ് മൊത്തം ബ്ലീഡഡ് ആയിട്ട് കംപ്ലീറ്റ്ലി ബ്ലഡുമായിട്ട് മിക്സ് ചെയ്തിരുന്ന ഒരു അവസ്ഥയിൽ ഞാൻ കാണുന്നത്. പിന്നെ അത് കൊണ്ടുവന്ന് കളഞ്ഞു. ബാക്കി ആ കാലം വെച്ചിട്ട് ഞാൻ തിരിച്ച് ചവിട്ടാൻ വേണ്ടി ഒരു സിറ്റുവേഷൻ ഞാൻ ചൂസ് ചെയ്യുന്നു. പക്ഷെ തിരിച്ചു ചവിട്ടാനുള്ള ഡിഫിക്കൽട്ടി എനിക്ക് നന്നായിട്ട് വരും. കാര്യം ഈ കാലിലെ തൊലി പോയിട്ടുണ്ടാകുന്നത് എനിക്ക് കുറച്ച് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു സൈക്കിൾ ചവിട്ടാനായിട്ട്. കാര്യം അത് നല്ല രീതിയിൽ അതിൻ്റെ പെയിൻ ഒരു ഇൻറ്റൻസിറ്റി ലെവലും ഡിഫറെൻ്റ് ആയിരുന്നു. സോ ഞാൻ എന്തായിരുന്നു ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേഷനറി ഷോപ്പിൽ ചെന്നിട്ട് ഒരു മാസ്കിൻ ടേപ്പ് വെച്ച് ഫുള്ളി റൗണ്ടഡ് ചെയ്തു. കാല് മൊത്തം ചുറ്റിയിട്ട് ഞാൻ തിരിച്ച് ചവിട്ടാൻ തുടങ്ങി. അറൗണ്ട് അന്ന് 12 അവേഴ്സിൽ 250 കിലോമീറ്റേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ ലൈഫിൽ എനിക്ക് പേഴ്സണലി ഞാൻ ചെയ്തത് തന്നെ ഇതുവരെയും ഞാൻ ചെയ്തതിൽ ഏറ്റവും ഡിഫിക്കൽട്ടിയും ഏറ്റവും ഹാർഡും ആയിട്ടുണ്ടായിരുന്ന എൻ്റെ ഏറ്റവും ലൈഫ് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു അത്. അതിനുശേഷം പിന്നെ ഒരു ചലഞ്ചസ് ഉണ്ടായി. കാര്യം കിഡ്നി ഡൗൺ വന്നുകൊണ്ടിരുന്നു. ഞാനൊരു ഡിഗ്രിയൊക്കെ പഠിക്കുന്ന ആ ഒരു ആക്സെപ്റ്റിലായിരുന്നു എൻ്റെ അടുത്ത് ഒരു ചലഞ്ച് വരുന്നത്. അതായത് എൻ്റെ കിഡ്നി ഫുള്ളി ഡൗൺ ആയി. അപ്പം മുന്നോട്ടൊരു പാരാ ഒളിമ്പിക്കൊന്നും എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം എനിക്കറിയാം മുന്നോട്ട് ഡയാലിസിസും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മുന്നോട്ട് ജീവിച്ചിരിക്കാൻ തന്നെ പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കത്തില്ല. അതിൻ്റെ ഒരു വലിയൊരു എക്സ്ട്രീമും ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ 14 സർജറി ചെയ്യുന്ന എൻ്റെ കയ്യിലൊരു ഫിസ്റ്റുല ഇത് ചെയ്തു വയ്ക്കുന്നത്. കാര്യം എനിക്കറിയാം ഞാൻ ഇന്ന കാര്യങ്ങളിലോട്ടാണ് പോകണമെന്നുള്ളതൊക്കെ നന്നായിട്ട് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ ആ സർജറി സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോൾ തന്നെ ഈ അനസ്തീഷ്യൊന്നും എനിക്ക് കേൾക്കാറില്ല. അപ്പം സെഡേഷൻസ് കേൾക്കാറില്ലാത്തതുകൊണ്ട് ആ സർജറി ബ്ലൈഡ് വെച്ച് എൻ്റെ കയ്യിൽ കട്ട് ചെയ്യുന്ന ആ പോയതിന് ശേഷം കംപ്ലീറ്റ്ലി എനിക്ക് പെയിൻ വരികയും ഞാൻ പിന്നെ സർജറി മൊത്തം പച്ചയ്ക്ക് എനിക്ക് സർജറി ചെയ്യുന്നത്. കാര്യം എനിക്ക് വേറെ അതിനും പുറത്ത് എനിക്ക് അഡീഷണലി ഈ പറഞ്ഞ അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ അനസ്തീഷ്യ തരുന്നതിനൊക്കെ ഒത്തിരി ലിമിറ്റേഷൻ. കാരണം ഞാൻ ആൾറെഡി ഈ അനസ്തീഷ്യയിൽ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് എനിക്കത് ഒത്തിരി ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ ഞാൻ കംഫർട്ടബിളി ആ പെയിൻ ഭയങ്കര ഇതായിരുന്നു. കാര്യം നട്ടൽ വഴി ഈ ട്യൂബ് ഇടുന്നതും നട്ടൽ വഴി നീട്ടിലിറക്കിയിട്ടാണ് പല സർജറിയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ഒരു റിസ്കി ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു സർജറിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ സർജറിയും കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇതുമായിട്ട്, അതായത് മുന്നോട്ട് എനിക്കറിയാം ഈ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു മാസത്തോളം ഞാൻ പിന്നെ ചൂസ് ചെയ്തു. എനിക്ക് മുന്നോട്ട് ജീവിച്ചാലും വേണ്ടില്ല, എനിക്കിത് എന്നോട് തന്നെ പ്രൂവ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ആരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു മാസത്തോളം ഞാൻ അമ്മയുമായിട്ട് ഞാൻ സ്ഥിരം ഇരുന്ന് കരയായിരുന്നു. ഞാൻ അമ്മയെ നോക്കിയിരുന്ന് കരയും, അമ്മ എന്നെ നോക്കിയിരുന്ന് കരയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ആ ഒരു പോയിന്റിൽ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയുടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് സൈക്കിൾ റൈഡ് ചെയ്യണം. പക്ഷെ ഞാൻ എങ്ങോട്ട് പോകുമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. എനിക്ക് ജസ്റ്റ് പോയിട്ട് വരും. ഞാൻ എവിടെ പോയാലും ഈ ലോകത്തിൻ്റെ ഏതറ്റം പോയാലും ഞാൻ വരും. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും പോയിട്ട് ഞാൻ തിരിച്ചു വരും എന്നുള്ളൊരു പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അറൗണ്ട് 6 ദിവസം കൊണ്ട് ഗവി പോലുള്ള ഒത്തിരി ഉൾക്കാടുകളും അതും അങ്ങനെ ഒത്തിരി ഉൾനാടുകളിലൂടെ കറങ്ങിയിട്ട് ഞാൻ 1000 കിലോമീറ്റർ 6 ദിവസം കൊണ്ട് സൈക്കിൾ ഓടിയിട്ടുണ്ടായിരുന്നു. അതും ആ ഒരു കണ്ടീഷനിൽ, അതായത് 14% കിഡ്നി പ്രവർത്തനം വെച്ചിട്ട് ഞാൻ 1000 കിലോമീറ്റർ 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ വെച്ച് എനിക്ക് 6 ദിവസത്തിന് ശേഷം 6 ദിവസത്തിൻ്റെ അവിടെ വെച്ച് എനിക്ക് കിഡ്നി മൊത്തം ഫെയിലിയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്താ പറയുക, വൊമിറ്റിങ് പോലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. എന്നെ പോലീസുകാരെ എടുത്തുകൊണ്ട് പോയി. അന്ന് കോവിഡിൻ്റെ സമയമായിരുന്നു. ഞാൻ N95 മാസ്ക് വെച്ചിട്ടാണ് ഹോൾ റൈഡ് ചെയ്യുന്നത്. കാര്യം വേറെയുള്ള കോൺസിക്വൻസ് കാരണം എനിക്ക് ഈ റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളൊരു മൈൻഡ് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഏറ്റവും വലിയ റിസ്ക്കാണ്. ഈവൻ ക്ലൈംബുകളിൽ കയറുമ്പോഴും വലിയ ഹൈറ്റുകളിൽ കയറുമ്പോൾ പോലും മാസ്ക് വെച്ചിട്ടാണ് കയറിക്കൊണ്ടിരുന്നത്. N95 മാസ്കിൻ്റെ ഡിഫിക്കൽട്ടി നന്നായിട്ട് എനിക്കറിയാം. സോ ആ ഒരു ഡിഫിക്കൽട്ടിയും വെച്ചിട്ടാണ് ഈ ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥയിൽ കൂടെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ട് വലിയ ടെറൈൻസ് ഒക്കെ ചവിട്ടിക്കൊണ്ടുവന്നത്. കാര്യം ഒരു രീതിയിൽ എനിക്ക് ഇൻഫെക്ഷൻ വരരുതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാര്യം റൈഡ് എനിക്ക് ഏറ്റവും മാക്സിമം എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം എത്തിക്കണം. എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ഇത്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പകുതി വെച്ച് റൈഡ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. പകുതിയല്ല, തുടക്കത്തിൽ തന്നെ ക്ലോസ് ചെയ്യേണ്ടി വന്നു.
പക്ഷേ ഒരു വലിയൊരു കിലോമീറ്റർ അച്ചീവ്മെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ ക്ലോസ് ചെയ്യുന്ന സിറ്റുവേഷൻ. ഒരു വലിയ പത്തറ്റിക് കണ്ടീഷനിൽ, ഒരു മെഡിക്കൽ കണ്ടീഷനിൽ എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുക, അവിടെ നേരെ കൊണ്ടുവന്നിട്ട് ട്രിവാൻഡ്രത്തോട്ട് എത്തിച്ചതിന് ശേഷം ഡയറക്റ്റ്ലി ഡയാലിസിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ 3 വർഷത്തോളം ഡയാലിസിൻ്റെ ആയിട്ടുള്ള ഇവൻസിൽ ജെന്നി പോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുക, കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. ഇപ്പം മരിക്കുക എന്നുള്ളൊരു മൈൻഡിലോട്ട് പോവുക. എൻ്റെ അടുത്ത് കിടക്കുന്ന ഓരോ കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു, അവരെല്ലാം മരിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസും. ബട്ട് അവരെന്നെ പല രീതിയിലും ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ടായി ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന കാരണം. എന്തിൻ്റെ ഹാർട്ട് കണ്ടീഷൻ? കാര്യം എൻ്റെ നെർവ് സിസ്റ്റം ഒന്നും പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഒരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ടായ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി റിസ്ക് കൂടുതലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്, സോ ഇനി പോസിബിൾ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക, അത് നമ്മൾ മുന്നിലോട്ട് വഴിയുള്ളൂ. അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ കിഡ്നി എനിക്ക് വെച്ച് തരുന്നത്, എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു തരുന്നത്. എൻ്റെ ബാക്കി 2 കിഡ്നികൾ റിമൂവ് ചെയ്യുകയും ചെയ്തു. ഒരു കിഡ്നിയോടെ തന്നെ അമ്മയുടെ കിഡ്നിയും കൂടെ ജോയിൻ ചെയ്തു, ഒരു കിഡ്നിയോടെ വെച്ച് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു. സോ അങ്ങനെയാണ് സ്റ്റെറോയിഡ് ഫ്രീ ട്രാൻസ്പ്ലാന്റേഷൻ ഉള്ളത് ഒരു ഇതിലോട്ട് ചെയ്യുന്നത്, ഒരു റിസ്കി ആയിട്ടുള്ള സർജറി ചെയ്യുന്നത്. അതിൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാലം മാത്രമേ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് ഫിസിക്കലി ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ആഗ്രഹത്തോടെ ഫിസിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. കാര്യം ഞാൻ ആൾറെഡി 10-15ഓളം സർജറി ഞാൻ എക്സ്പോസ്ഡ് ആണ്. അപ്പം അങ്ങനൊരു അത്രയും ഡിപ്രഷനായിട്ടുള്ള ലൈഫ് കടന്നു വന്ന ഒരാളാണ്, അത്രയും ബുദ്ധിമുട്ടുകൾ കടന്നു വന്നിട്ടുള്ളത്. മുന്നോട്ട് ജീവിക്കാനും എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ല. കാര്യം ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഹോപ്പും ഗോളും എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു പോയിന്റിലോട്ട് വരുന്നത്. സോ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ആ പോയിന്റിൽ ഞാൻ തിരിച്ച് ലൈഫിലോട്ട് വരികയും, കാര്യം ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് സക്സസ്ഫുൾ ആവുകയും, പിന്നെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെയും ലൈക്ക് കിഡ്നി ഫെയിലിയർ ആവുന്ന ഒരു പോയിന്റിൽ, അതായത് റിജക്ഷൻ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 60% നിന്ന് 46% കിഡ്നി താന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ റിവിഷൻ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു. അത് സതീഷ് സാറാണ് ആ സർജറി ചെയ്തിരുന്നത്, കിംസിലെ സാറായിരുന്നു. സാറാണ് അടുത്ത എൻ്റെ ലൈഫിനെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്ന സാറ്. അങ്ങനെ അതും സൂസൻ മാഡത്തിൻ്റെ റെഫറൻസിലായിരുന്നു. സോ അങ്ങനെ അതിനുശേഷം എന്താ പറയുക, ഞാൻ ബാക്ക് ടു ലൈഫ് വന്നിട്ട്, പക്ഷേ എനിക്ക് ഒരു സർജറി കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫിസിക്കലി വർക്കൗട്ട് ചെയ്യാൻ കഴിഞ്ഞു. കാര്യം 12 മാസമെങ്കിലും മിനിമം വേണം ഒരു സർജറിക്ക് റിക്കവറി, ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ഒരാൾക്ക് റിക്കവറി എടുക്കാനായിട്ട്, ഉള്ളിലെ മുറിവ് ഉണങ്ങാൻ പോലും. ആ ഒരു പോയിന്റിൽ ലൈഫ് തിരിച്ചു കിട്ടി. പക്ഷെ എനിക്ക് ഫിസിക്കലി പുഷ് ഔട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ ഞാൻ പിന്നെയും ഡിപ്രഷനിലോട്ട് പോയി. കാര്യം ഒരു വലിയൊരു കൈൻഡ് ഓഫ് സെക്ഷൽ ഫ്രസ്ട്രേഷൻസും ഇമോഷണലി ബ്രേക്ക് ഡൗൺസും ഒത്തിരി കാര്യങ്ങളിലൂടെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഈ പറഞ്ഞ ടെസ്റ്റിസ് റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട് ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഡിപ്രഷൻ്റെ ഒരു ആക്സെപ്റ്റിൽ ഞാൻ സൂയിസൈഡ് ചൂസ് ചെയ്യുന്നുണ്ട്. ആ സൂയിസൈഡ് ചൂസ് ചെയ്യുന്ന പോയിന്റിൽ, അതായത് എനിക്ക് എൻ്റെ അമ്മ വെച്ചിരുന്ന കിഡ്നി എനിക്ക് അവിടെ റിസ്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം അമ്മ അത്രത്തോളം ആഗ്രഹിച്ചിട്ടാണ് ആ കിഡ്നി എനിക്ക് വെച്ച് തരുന്നത്, എനിക്ക് മുന്നോട്ട് ജീവിക്കുന്നത്. പക്ഷേ അതെനിക്ക് മുന്നോട്ട് പുഷ് ചെയ്യാനും പറ്റില്ല, എനിക്ക് ജീവിക്കാനും പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വരെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വല്ല ഒരു എക്സ്ട്രീം ഒരു ഇവന്റ് ചെയ്യാം. കാര്യം എനിക്ക് അമ്മയുടെ അടുത്ത് പോലും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ 6-7 ദിവസമൊക്കെ ഉറങ്ങാതിരുന്നിട്ടാണ് ഞാൻ ഇത് ഒരു ഡിസിഷനിലോട്ട് എത്തുന്നത്. അതായത് ഒരു ഹൈറ്റുള്ളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്കില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് എന്തോരെങ്കിലും ഒരു ആക്സിഡന്റിൽ ഞാൻ വീണ് മരിക്കുന്നതായിട്ട് എൻ്റെ മരണത്തിന് ഞാൻ ഇത് ചെയ്യും. അതായത് പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു മൈൻഡിലോട്ട് എത്തുന്ന സമയത്താണ് ഞാൻ സ്കൈ ഡൈവിനെ കുറിച്ച് ആലോചിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ടറിനെ വെച്ചിട്ട് ആ ഇൻസ്ട്രക്ടറിനെ കൊണ്ട് എൻ്റെ അടുത്ത് പറയിക്കാം ഒരു പോയിന്റിൽ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ആഗ്രഹമായി. സോ അങ്ങനെ USPക്കൊക്കെ ഞാൻ ഇമെയിൽ അയക്കാൻ തുടങ്ങി. 1000ഓളം ഇമെയിലും 100ഓളം ഇമെയിലും 100 ശേഷം ഒരു റെസ്പോണ്ട് കിട്ടി. ആദ്യത്തെ കിട്ടിയ റെസ്പോണ്ട് പറ്റില്ല എന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. അവരുടെ ഒരു ബോർഡ് മെമ്പറിന് എന്നെ അവിടുത്തെ ഒരു ബോർഡ് മെമ്പറിന് എന്നെ എനിക്ക് ആ മെസ്സേജ് അയക്കാൻ പറ്റി. മെസ്സേജ് അയച്ച് സാറ് കണ്ടു. സാറ് പിന്നീട് ഗ്രാജുവലി അക്സെപ്റ്റ് ചെയ്തു. പോരാത്തതിന് എൻ്റെ എല്ലാ ഫിസിക്കൽ കണ്ടീഷനുള്ള ഹെൽത്ത് സർട്ടിഫിക്കറ്റ്സും മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ലാസ്റ്റ് അവർ ലൈസൻസിന് വേണ്ടി അപ്രൂവൽ തന്നു. അങ്ങനെ ഞാനൊരു ഡ്രോപ്പ് സോണിൽ പോയിട്ട് എൻ്റെ ഫസ്റ്റ് ജമ്പ് ആൻഡ്രി എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ടർ എന്നെ ഏറ്റെടുക്കുകയും ഒരു ഡ്രോപ്പ് സോൺ ഏറ്റെടുക്കുകയും ആ ഡ്രോപ്പ് സോണിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡ്രോപ്പ് സോണിൽ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു റിസ്ക് ഉണ്ടായിരുന്നു. ബട്ട് അവർ ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു വേദി വരെ ഒരു സ്കൈ ഡൈവിങ് ചെയ്യാനുള്ള ഒരു പെർസ്പെക്റ്റീവ്, സോളോ സ്കൈ ഡൈവിങ് ചെയ്യാനുള്ള ഒരു പെർസ്പെക്റ്റീവ് തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ ഞാൻ ആകാശമൊന്നോ അല്ലെങ്കിൽ ആകാശം നിന്ന് ചാടുന്ന ഒരു അവസ്ഥ ഒന്നും എനിക്ക് അറിയത്തില്ല. അതിൻ്റെ റിസ്കുകൾ ഒരു പരിധിവരെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അതെങ്ങനെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ആദ്യത്തെ ജമ്പിൽ എൻ്റെ അടുത്ത് ഇൻസ്ട്രക്ടർ ഒന്ന് ചോദിക്കുന്നു, നിനക്ക് സോളോ ചെയ്യണോ അതോ ടാൻഡം ചെയ്യണോ? ടാൻഡം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയിലേക്ക് യൂസ്ഡ് ആയതുപോലെ നമ്മളൊരു ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ ജമ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഞാൻ ഒരു ഫ്ലൈറ്റിൽ കയറുന്നു. അവിടുത്തെ ഫ്ലൈറ്റിൽ കയറുന്നു. ദെൻ 13,000 അടി മുകളിൽ കൊണ്ടുപോകുന്നു. കുറേ സ്കൈ ഡൈവേഴ്സ് താഴോട്ട് ചാടുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എൻ്റെ കൂടെ വന്നു. അവർ പിന്നെ ഒരു ഹൈറ്റോടെ മുകളിലോട്ട്, കാര്യം എൻ്റെ കാല് വയ്ക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ചെറിയ ഡോറാണുള്ളത്. സോ അതിൻ്റെ ബുദ്ധിമുട്ട് വന്നിട്ട്
എൻ്റെ ആദ്യത്തെ ജമ്പ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫീൽ എനിക്ക് അത്ര ഒരു അഡ്രിനൽ റഷ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാനൊരു ഒരു മനസ്സ് എക്സ്ട്രീംലി മരവിച്ച ഒരു അവസ്ഥയിലാണ് അത് ചെയ്യുന്നത് പോലും. അങ്ങനെ കംഫർട്ടബിളി ഞാൻ ചെയ്തു. 6000 ഒരു ഫീറ്റിലെത്തുന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ട് പാരച്യൂട്ട് പുള്ള് ചെയ്തു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് പാരച്യൂട്ട് കൈകൊണ്ട് പിടിക്കുന്നത്. എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടത് പോലും ഞാൻ അറിയുന്നത്. കാര്യം അത്രയും റിസ്ക്കിയാണ് ആ ഒരു സ്പോട്ട്. ദെൻ താഴെ വന്ന് ലാൻഡ് ചെയ്തു. അഗെയിൻ സെക്കൻഡ് ജമ്പ് ചെയ്തു. തേർഡ് ജമ്പിൽ എനിക്ക് സ്പിൻ ഉണ്ടായി. ഞാൻ മിഡ് എയറിൽ ഭയങ്കര രീതിയിൽ സ്പിൻ ഉണ്ടായപ്പോഴത്തേക്കും ജി ഫോഴ്സ് കാരണം ബോധം പോകാൻ തുടങ്ങിയ സമയത്ത് ഞാൻ സ്വന്തമായിട്ട് പാരച്യൂട്ട് അപ്സൈഡ് ഡൗൺ പുള്ള് ചെയ്തു. അപ്സൈഡ് ഡൗൺ പുള്ള് ചെയ്ത് എൻ്റെ കാലിൽ കുരുങ്ങി. എൻ്റെ നോർമൽ ലെഗ് ആയതുകൊണ്ടാണ് അന്ന് ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നത്. ബട്ട് എൻ്റെ ആർട്ടിഫിഷ്യൽ ലിമ്പിലായിരുന്നെങ്കിൽ ഞാൻ അന്ന് മരിക്കുമായിരുന്നു. കാര്യം ആ ഒരു സ്പിൻ ഉണ്ടാവാൻ കാരണം പോലും എൻ്റെ ആർട്ടിഫിഷ്യൽ ലിമ്പായിരുന്നു. സോ എനിക്ക് ഡയറക്റ്റ് കോൺടാക്ട് ഇല്ല. എനിക്ക് മുട്ടിന് വെച്ചാണ് ആംബ്യൂട്ടേഷൻ ചെയ്തേക്കുന്നത്. സോ അങ്ങനെ ഒരു കണ്ടീഷനിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ അതിനുശേഷം വീണ്ടും വിൻഡ് ടണൽസ് പോലുള്ള ട്രെയിനിങ്സിന് ശേഷം ഞാൻ വീണ്ടും സ്കൈഡൈവ് 4, 5, 6th ജമ്പ് ചെയ്തു. 6th ജമ്പിൽ എഗെയിൻ ഒരു സ്പിൻ ഉണ്ടായി. ഇതിനിടയ്ക്ക് വേറെയും 2 നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായി. ഈ മാൽ ഫംഗ്ഷൻസുമായിട്ട്, കനോപ്പി മാൽ ഫംഗ്ഷൻസുമായിട്ട്, പിന്നെ ഒരു ലോ ടേൺ, ഒരു വിൻഡ് കാരണം ഒരു ലോ ടേണിൽ ഒരു ഡെത്ത് റിസ്ക് ഒക്കെ ആയിട്ട് കുറച്ച് എക്സ്പോസ്ഡ് ആയി. പിന്നെ അന്ന് ആ ഒരു പോയിന്റ് വെച്ചിട്ട് എനിക്ക് സ്കൈഡൈവ് നിർത്തുകയും വേണം. പിന്നെ അവരെൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു കാലില്ലാണ്ട് നീ ചെയ്യേണ്ടി വരും. ഒന്നേന്ന് ലൈസൻസിങ് ഒന്നേന്ന് നിനക്ക് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഒരു പോയിന്റിലാണെങ്കിൽ നീ ഒന്നേന്ന് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പം ഞാൻ ഫിനാൻഷ്യലി എനിക്ക് റിസ്ക് ഉള്ളതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നതിന് ശേഷം എനിക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരുന്നു. ഫ്രീ ആയിട്ട് എനിക്കൊരു പാരാഗ്ലൈഡിങ് പൈലറ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓമെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് വഴിയാണ് അത് കോൺടാക്ട് കിട്ടുന്നത്. അങ്ങനെ അവരെനിക്കത് ലീഡ് ചെയ്യുകയും ഞാൻ 10-15 ദിവസം കൊണ്ട് തന്നെ ഞാൻ പാരാഗ്ലൈഡിങ് പഠിച്ചെടുക്കുക. അതായത് ഞാൻ ഫസ്റ്റ് തന്നെ സോളോ ആയിട്ട് തന്നെ ഞാൻ ചെയ്തു. കമ്പാരിറ്റീവ്ലി എനിക്ക് സ്കൈഡൈവിംഗ് എനിക്ക് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കംഫർട്ടബിളി ഞാൻ ചെയ്തു. അതിൻ്റെ പൈലറ്റ് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ റെക്കോർഡ്സുകൾക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ദ വേൾഡ്സ് ഫസ്റ്റ് യങ്ങസ്റ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി സ്കൈഡൈവറും വേൾഡ്സ് ഫസ്റ്റ് യങ്ങസ്റ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി പാരാഗ്ലൈഡിംഗ് പൈലറ്റും എന്ന് പറഞ്ഞാൽ 2 വേൾഡ് റെക്കോർഡ്സ് എനിക്ക് കിട്ടുകയുണ്ടായി. അതിനുശേഷം ഇപ്പോഴും ഒരുപാട് സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടും ഒരുപാട് മുന്നോട്ട് പുഷ് ചെയ്യാനായിട്ട്, അതായത് എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീമാണ് 45,000 ഫീറ്റിൽ നിന്ന് ജമ്പ് ചെയ്യുക എന്നുള്ളത്. സോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡിഗ് ലൈസൻസ് വരെ എത്താൻ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലക്ഷങ്ങളോളം ചിലവാകും. അത്ര എക്സ്പെൻസീവ് ഒരു സ്പോട്ടാണ്. ദെൻ ആ ഒരു ജമ്പിന് മാത്രം, 45,000 ഫീറ്റിൽ നിന്ന് ചെയ്യുന്ന ജമ്പിന് മാത്രം അറൗണ്ട് 81 ലക്ഷത്തോളം രൂപയാവും. സോ അത് കണ്ടെത്താനാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കണ്ടീഷനിലും ഞാൻ മുന്നോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. ഈവൻ ബേസിക് ലൈസൻസ് തന്നെ ഇനി ഒന്നിന് ചെയ്യാനും ട്രെയിനിങ്ങുമായിട്ട് തന്നെ ഞാൻ ഒരുപാട് സ്പോൺസേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ എല്ലായിടത്തും ആർക്ക് റിസ്ക് എടുക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. എന്നെ പോലൊരു കുട്ടി നിങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ഒറ്റപ്പെടുത്താതിരിക്കുക, അവരെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക, അവരെ മുന്നോട്ട് കൊണ്ടുവരാം. ഇതുപോലുള്ള കുറേ ഇവൻറ്റ്സുകളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട് അവർക്ക് മുന്നോട്ട് ചെയ്ത് അവർക്ക് ചെറിഷ് ചെയ്യാനുള്ള ഒരുപാട് പോയിന്റ്സുകളുണ്ട്. സോ അവർ അതിലോട്ട് ലീഡ് ചെയ്യുക, അവർക്ക് സ്വന്തമായിട്ട് കൂടെ ഒരു വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട് ആവുക. അതിന് അമ്മയാണെങ്കിൽ പോലും അവരത്രയും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഒരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിടത്തും ഒതുക്കിയിരുത്തത്, അതിനെ പറക്കാൻ അനുവദിക്കുക, ആ ഒരു കുട്ടീനെ പറക്കാൻ അനുവദിക്കുക. സോ അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിലും, ഈവൻ എനിക്കുണ്ടായത് പോലത്തെ ഒരു സൂയിസൈഡ് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും, ഇത്രയും സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും പുഷ് യുവർ ലിമിറ്റ്സ്, വാട്ട് എവർ യു വാണ്ട്, പുഷ് യുവർ ലിമിറ്റ്സ്. അത് മുന്നോട്ട് പുഷ് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ ജീവിതം അതാണ്. അത് പുഷ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. കാര്യം ടെമ്പററി ആയിട്ടുള്ള പ്രോബ്ലംസിന് ഒരിക്കലും പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തരുത്. അത് ലൈഫിൽ ഏറ്റവും വലിയൊരു അതാണ് നമ്മുടെ ലൈഫ്. ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് അവസരങ്ങളുടെ പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ജോഷ് ടോക്സ്. പറഞ്ഞു വരുന്നത് ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിനെ കുറിച്ചാണ്. ഇതിൽ പ്രൊഫഷണൽസിനെ വെച്ച് തന്നെ നിരന്തരമായുള്ള സംവാദത്തിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഉണർത്താനും ഈ ആപ്പ് സഹായിക്കും. കൂടാതെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസിനോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഡൗൺലോഡ് ദി ആപ്പ് നൗ. ലിങ്ക് ഇസ് ഇൻ ദ കമന്റ് ബോക്സ്.